അല്ല മാവ എനിക്കൊരു ഡൗട്ട്. എന്താണ്? പുള്ളിക്കാരി എന്നും പോയിട്ട് അത് ഇവിടെ തന്നെ ഉണ്ടാവും? അത് അവരെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെന്നേ. ആണോ? ആ കൂടെ വന്നതാരാ? അതിന് ഞാൻ കണ്ടില്ല ഏട്ടാ. അവരാ കൊച്ചിനും കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. ആണാ? കണ്ടാ? കണ്ടു പടി. പണി അറിയാന്നുള്ളവർ വന്നപ്പോൾ കുഞ്ഞ് കരയാതിരിക്കണണ്ടാ. അല്ല, നിങ്ങൾ ഇത്രയും പേരോട് ഉണ്ടായിരുന്നു കുഞ്ഞ് എപ്പോഴും മാക്കെന്ന് കരച്ചില്ലായിരുന്നില്ലേ? കണ്ടു പഠിക്കേ. ഹലോ, എന്ത് മാക്കെന്ന് കരച്ചില്? കൊച്ചിനെ ഞാൻ സമാധാനിപ്പിക്കാറുണ്ട്. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൊച്ചു കരാറില്ല. ടേംസിലൊക്കെ ആയി വന്നതായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ അങ്ങ് പറഞ്ഞയച്ചേക്കാം. എന്തിനു വെറുതെ? മോളൊരു കാര്യം ചെയ്യും. ഇനി കുഞ്ഞിന്റെ കാര്യമൊക്കെ മോള് നോക്കി. എന്തേ, ഓക്കെ ആണാ? അതല്ല അമ്മാവ, നമ്മുടെ വീട്ടില് കൊച്ചിനെ നോക്കാൻ വന്നവരല്ലേ, അവരങ്ങനെ പറഞ്ഞു വിടുന്ന മോശമല്ല, അവർക്ക് വിഷമാവൂലേ? എന്റെ പൊന്നു മോളെ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കി. ഇതിപ്പോ തേങ്ങ ഇടയും വേണം, എന്നാ തെങ്ങിലോട്ട് കയറാനും വയ്യാന്ന അവസ്ഥയാണ് നിൻ്റെത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളിവിടെ കാണിക്കും പോലെ പ്രവൃത്തിയൊന്നും അവരുടെ അടുത്ത് കാണിക്കരുത്. ഇത് നോക്കണത് എന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് വഴക്കൂടരുന്നു, അവരുടെ അടുത്ത് വഴക്കൂടാന്നും പോവരുതെന്ന്. മോളെ, പൈസ പോലും വാങ്ങിക്കാതാണ് അവർ വന്ന് ജോലി ചെയ്യുന്നത് കേട്ടാ. ഒരു പാവം പാപ്പുവാണ്. ഞങ്ങളൊന്നിനും പോകുന്നില്ല. ആ ശരി, ഞാൻ പോകും. എന്തോന്ന്? അവള് പോകൂലെന്ന് പറഞ്ഞതാ. എടി, ഈ കളവന്റെ അന്തി എന്നെ കൊണ്ടായിരിക്കും കേട്ടല്ലോ. നീ ഒന്ന് അടങ്ങ്. ഒരു പാപ്പു, അമ്മച്ചിക്ക് ഇടാൻ പറ്റിയ പേര് തന്നെ, പാപ്പു. ഞാൻ അവരെ കൊണ്ട് വിളിക്കാൻ നിൽക്കത്തില്ല. എടി, നിനക്ക് അവരുടെ പേരിനോടാണ് ചൊറിച്ചിൽ. അവരിവിടെ എന്തിനാ വന്നത്? കൊച്ചിനെ നോക്കാനല്ലേ? നീ നോക്കോ? പെണ്ണുമ്പുള്ള കൊണ്ടോട്ടി, കോണ്ടാക്ട് പറഞ്ഞ കൊണ്ടോട്ടി. എന്തായാലും പറയട്ടെ, വിട്ടുകളാ. ഒരു 10 പൈസക്ക് വരില്ലാന്ന് പറഞ്ഞ കേട്ടോ. അതെനിക്ക് മനസ്സിലായി. ഇത് ആരൊക്കെ നമ്മുടെ റൂമിൽ വന്ന് കിടക്കുന്നേ? മനുഷ്യന് ഉറക്കം പോയി. എടാ, അത് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ വന്ന ബേബി സിറ്ററാ. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്കിൾ ഇതിനെ നമ്മുടെ റൂം കൊടുത്തേ, പിന്നെ നമ്മളൊക്കെ ഇവിടെ പോയി കിടക്കും. ഒരു മിനിറ്റ്, അങ്കിൾ ഏത് റൂം കൊടുത്തെന്നാ? നമ്മുടെ റൂം. ഞാൻ നീ കിടക്കുന്ന റൂമോ? ആരോട് വെച്ചിട്ട് അങ്ങനെ ആ റൂം എടുത്ത് കൊടുത്തത്? അതെനിക്കറിയാൻ പാടില്ല. എടി, അവധിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. പണ്ടാരങ്ങൾ എല്ലാത്തിനും ചവിട്ടി ഇറക്കും ഞാൻ. ഒരു മിനിറ്റ്. നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോണത്? അങ്ങനെ ചെയ്യരുത്. അവരിപ്പോ വന്ന എന്തിനാ? ആ കുഞ്ഞിനെ നോക്കാനല്ലേ. അതാരുടെ ആവശ്യം? നമ്മുടെയൊക്കെ ആവശ്യമല്ലേ. ഇതിലെല്ലാം കാരണം മൊട്ട അമ്മാവനാ. ഇന്ന് അങ്ങോട്ട് അന്തിവ. നീ പോലീസിനും ആംബുലൻസിലൊക്കെ വിളിച്ച് പറഞ്ഞേക്ക്. മാറി അങ്ങോട്ട്. ഇതൊരു സാധനം. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. അമ്മാവാ, എന്തോ മോളെ ഇത്രയും പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് കിളച്ചോണ്ടിരിക്കണല്ലേ കള്ള അമ്മാവാ. എന്തോന്ന് പ്രശ്നം? അഭിനയിക്കലേ, ഒന്നാറും ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഇപ്പൊ ഒരു ചവിട്ടുന്ന അപ്പുറത്തെ പറമ്പിൽ കിടക്കും. കാര്യം എന്താണെന്ന് പറ മോളെ. കാര്യം അങ്ങനെ ആരോട് ചോദിച്ചിട്ടാ ആ പാർവതി പുരുഷോത്തമൻ അവിടെ കയറ്റി താമസിപ്പിച്ചത്? പറയിപ്പിക്കരുത് മോളെ. ആ കുഞ്ഞുമോളെ നോക്കാൻ വേണ്ടി വന്നതല്ലേ അവര്? കുഞ്ഞുമോളെ നോക്കാൻ ഇവിടെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളവരോട് ഡിസ്കസ് ചെയ്യണം. അതറിഞ്ഞൂടെ? അതുപോലെ ഞാൻ ചാരുമോളോട് പറഞ്ഞല്ല. ചാരുമോള് മാത്രമേ ഇവിടെ താമസിപ്പിക്കുന്നുള്ളൂ? അങ്ങനെ അതല്ല, അത് പിന്നെ നിങ്ങൾ 24 മണിക്കൂറും കൊതിയെന്നുണയൊക്കെ പറയുന്ന ആൾക്കാരല്ലേ. അപ്പൊ ചാരുമോള് നിന്റെ അടുത്ത് പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. എവിടെയാ കൊണ്ടുവന്ന ആൾക്കാർ ഇവിടെ കൊണ്ട് താമസിപ്പിച്ച് ബാക്കിയുള്ള പ്രൈവസി പോയി അറിയാവോ? അങ്ങനെ പറയല്ലേ മോളെ, അവര് നമുക്കൊരു സഹായം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. മര്യാദയ്ക്ക് അവരെ റൂമിൽ നിന്ന് മാറ്റിക്കോ, ഇല്ലെങ്കിൽ അവധികളുടെ സ്വഭാവം അറിയാലോ. ഈ വീട് ഞാൻ നശിപ്പിച്ചിരിക്കും. അത് പറ്റൂല മോളെ. അതെന്ത് പറ്റാത്തത്? അതെ, അവർക്ക് താമസവും ഭക്ഷണവും കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചു വരുത്തിയത്. അപ്പൊ പിന്നെ അങ്ങനെ അവരെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും? പിന്നെ ഞാൻ ഇവിടെ പോയി കിടക്കും. മോളൊരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് ചാരുമോളെ അടുത്ത് പോയി കിടന്നു. എന്തോന്ന് മോളെ ഈ പറയണത്? ഒരുമ ഉണ്ടെങ്കിലേ ഒലക്കമേലും കിടക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പകരം ഒലക്കാണെങ്കിൽ നിങ്ങളുടെ മുട്ടലടിച്ചാൽ പൊട്ടിച്ചേനെ.